നമസ്കാരം. RVS മാത്സ് അക്കാഡമിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണം. അതായത് S3 2019 സിലബസുകാരുടെ സെക്കൻഡ് മോഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് മോഡ്യൂളിൻ്റെ പേര് ആപ്ലിക്കേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. S2 2015 സിലബസുകാരുടെ മോഡ്യൂൾ 5 and 6 ആണ് ഈ S3 2019 ഉള്ളവർക്ക് സെക്കൻഡ് മോഡ്യൂളായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ ഓൾറെഡി നിങ്ങളെടുത്ത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കാര്യമാണ്. ഫിസിക്സിൽ വേവ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വേവ് ഇക്വേഷനും കൂടെ ഒരു എക്സ്ട്രാ ടോപ്പിക് ഹീറ്റ് ഇക്വേഷനുമാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ എന്തുവാണെന്നും വേവ് ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യുന്നതും ഹീറ്റ് ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെ നമുക്ക് ചാപ്റ്ററിൽ പോയി നോക്കാം. സെക്കൻഡ് മോഡ്യൂളിൻ്റെ പേര് ആപ്ലിക്കേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇത് S3 2019 സിലബസുകാർക്ക് സെക്കൻഡ് മോഡ്യൂളാണെങ്കിൽ അതേപോലെ തന്നെ S2 2015 സിലബസുകാരുടെ 5th and 6th മോഡ്യൂളുമാണിത്. S3 2019കാരുടെ മോഡ്യൂൾ 2, അതായത് കറണ്ട് S3കാരുടെ മോഡ്യൂൾ 2 ആണെങ്കിൽ S2 2015 സിലബസുകാരുണ്ടല്ലോ അവരുടെ S2ലെ 5th and 6th മോഡ്യൂൾ കമ്പൈൻ ചെയ്താണ് S3കാർക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഈ S2കാർക്ക് സംബന്ധിച്ച് ഇതിനകത്തുള്ള വേവ് ഇക്വേഷൻ ഒരു മോഡ്യൂളും ഹീറ്റ് ഇക്വേഷൻ മറ്റൊരു മോഡ്യൂളുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വേവ് ഇക്വേഷൻ ആൻഡ് ഹീറ്റ് ഇക്വേഷൻ S3കാർക്ക് ഒന്നിച്ചാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇവിടെ പഠിക്കാനുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് 1 ആണ്. അതായത് ഗ്രവാളിൻ്റെ ബുക്കാണ് നമ്മൾ പഠിക്കുന്നത്. ഗ്രവാളിൻ്റെ ബുക്കിൽ സെക്ഷൻ 18.3, 18.4, 18.5. ഇപ്പോൾ നമുക്ക് ബുക്ക് മേടിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നെറ്റിൽ കോപ്പി അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള ആ ഒരു എഡിഷൻ അല്ല കിട്ടുന്നത്. 42 എഡിഷൻ വരെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം പക്ഷേ സെക്ഷൻ കറക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ റിഫർ ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, നമ്മുടെ സിലബസ് ഇങ്ങനെയാണ്. 1 dimensional വേവ് ഇക്വേഷൻ, വൈബ്രേഷൻ ഓഫ് സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്, ഡെറിവേഷൻ, സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ യൂസിങ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ, ഡി-എലംബേർട്ട് സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ. ഈ വേവ് ഇക്വേഷൻ എന്ന് കേട്ടപ്പോൾ തന്നെ തോന്നുന്നുണ്ട് മനസ്സിൽ നമ്മളിത് കേട്ടിട്ടുണ്ടല്ലോ എന്ന്. നിങ്ങളെല്ലാവരും ഫിസിക്സ് പഠിച്ചതാണ് ഫസ്റ്റ് ഇയർ. അപ്പോൾ ഫിസിക്സിനകത്ത് ഷോഡിംഗർ വേവ് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫിസിക്സ് ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും വേവ് ഇക്വേഷനും ഡെറിവേഷനും സൊല്യൂഷനും ഒക്കെ. അപ്പോൾ ഈ ടോപ്പിക് എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. നോക്കിക്കേ, സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ യൂസിങ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ, ഡെറിവേഷൻ, ഇത്രയും നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് ഡെറിവേഷൻ തന്നെ ഇവിടെ യൂസ് ചെയ്താൽ എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒന്നുകൂടെ ഇത് പഠിക്കാൻ പ്രയാസമാണെങ്കിൽ അത് തന്നെ നിങ്ങൾ എക്സാമിന് എഴുതിക്കോളും. അതേപോലെ ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്, അത് ഞാനിവിടെ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഒരു ഡി-എലംബേർട്ട് സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ, അതൊരു ഡെറിവേഷനാണ്. അപ്പോൾ അത് നമുക്ക് പഠിക്കണം. അപ്പോൾ മാത്സിനകത്ത് ഡെറിവേഷൻ പഠിക്കണോ എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി പറയുവാണ്. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകതയാണ് ഡെറിവേഷൻ നമുക്ക് ചോദിക്കാറുണ്ട്. S2കാർക്കാണെങ്കിൽ ഇത് 10 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിക്കുന്നത്. S3കാർക്കാണെങ്കിൽ നിങ്ങളുടെ 7 മാർക്കാണ് നിങ്ങളുടെ essay ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 7 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ്. അതേപോലെ അടുത്ത് ഈ ഹീറ്റ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ല. 1 dimensional ഹീറ്റ് ഇക്വേഷൻ, ഡെറിവേഷൻ, സൊല്യൂഷൻ ഓഫ് ഹീറ്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ രണ്ടെണ്ണമാണ് നമുക്ക് ഈ മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡെറിവേഷൻ ഓഫ് 1 dimensional വേവ് ഇക്വേഷൻ. അപ്പോൾ വേവ് ഇക്വേഷൻ ഡെറൈവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മുന്നോട്ട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ എന്ത് ലെറ്ററാണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക എന്ന് എനിക്കറിയില്ല. ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 by a സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ. ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പഠിച്ചിരിക്കുന്നത്. കാരണം സൈ എന്നുള്ള ലെറ്ററാണ് ഫിസിക്സിലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ഇവിടെ Y ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ചില ടെസ്റ്റുകളിൽ U എന്നുള്ള ലെറ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വേവ് ഇക്വേഷൻ്റെ ഡെറിവേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ ഡെറിവേഷനിലേക്ക് പോകും മുമ്പേ ഈ വേവ് എങ്ങനെ ഉണ്ടായെന്ന് പറയണമല്ലോ. അപ്പം നമ്മുടെ കയ്യിൽ ഒരു ഗിത്താർ ഉണ്ടെന്ന് വെച്ചോളൂ. അതിനെ ഞാൻ 2 എൻഡിലും ടൈറ്റായിട്ട് കെട്ടി വെച്ചേക്കുമല്ലോ. നല്ല ടൈറ്റായിട്ട് ട്യൂൺ ചെയ്ത് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും രണ്ടിലും ടൈറ്റായിട്ട് വെക്കാൻ ഒരു എൻഡ് മാത്രം കണക്ട് ചെയ്ത ഗിത്താറിൽ ശബ്ദം ഉണ്ടാവും ഇല്ല. അപ്പോൾ 2 എൻഡിലും നല്ല ടൈറ്റായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചേക്കണം. അപ്പോഴേ നമ്മുടെ ക്ലാസ്സിൽ കൊണ്ട് ഗിത്താർ വെച്ചേക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള ഒരു പയ്യൻ പോയിട്ട് അതിന് എന്ത് ചെയ്യും, ഈ വയർ ഇങ്ങനെ ഇരിക്കുന്നതിന് അവൻ പിടിച്ചിങ്ങനെ വലിക്കും. ഇങ്ങനെ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇരുന്നതിന് അവൻ മുകളിലോട്ട് പിടിച്ചിങ്ങനെ വലിക്കുകയാണ്. അങ്ങനെ വലിക്കുമ്പോൾ എന്തുണ്ടാവും, അവിടെ ശബ്ദം കേൾക്കും അല്ലേ. അപ്പോൾ കുഞ്ഞിനതൊരു സന്തോഷം. അവൻ അങ്ങനെ വലിച്ചപ്പോൾ ആ ശബ്ദം കേട്ടു. ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇങ്ങനെ ഇരുന്ന ഗിത്താർ എന്തായി, കുറച്ചിങ്ങനെ മുകളിലോട്ട് പൊങ്ങിയിട്ടാണ് ആ സ്ട്രിങ് ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങിയിട്ട് താഴോട്ട് വന്നപ്പോഴാണ് ആ ശബ്ദവും നമുക്ക് കേട്ടത്. നമുക്ക് ആ വേവാണ് വേണ്ടത്. ടൈറ്റായിട്ട് 2 എൻഡിലും ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന ഗിത്താറിൻ്റെ ആ വയറിനെ, ആ കമ്പീനെ ഒരു പയ്യൻ പോയി ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ്. വലിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു വേവ് ഫോം, അതിൽ നിന്നാണ് നമ്മൾ ഈ വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്മളൊരു എലാസ്റ്റിക് സ്ട്രിങ് മനസ്സിൽ വിചാരിക്കുകയാണ്. അവനെ ടൈറ്റായിട്ട് 2 എൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കുകയായിരുന്നു. O എന്നും A എന്നും പറയുന്ന 2 എൻഡിൽ ഈ സ്ട്രിങ്ങിനെ നമ്മളങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ അതിലാണ് ഒരാൾ പോയി പിടിച്ച് വലിച്ചപ്പോൾ എന്തുണ്ടായത്, ഒരു വേവ് ഉണ്ടായത്.
ആ വേവ് ഇങ്ങനെ ഉണ്ടായെന്ന് വെച്ചു. വലിക്കുമ്പോൾ ഇങ്ങനെയല്ലേ ഉണ്ടാവുന്നത്. അപ്പം പിടിച്ച് മുകളിലോട്ട് വലിച്ചിട്ട് വിട്ടപ്പോൾ ഉണ്ടായ വേവാണിത്. ഇത്രയും മാത്രമേ പറയുള്ളൂ, കൂടുതലൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇത് വെച്ചിട്ട് നമുക്കൊരു കാര്യം പറയാം. നമ്മളപ്പോൾ ഒരു ഡെറിവേഷൻ തുടങ്ങുമ്പോൾ പറയണമല്ലോ, എങ്ങനെ പറയേണ്ട ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്ട്രിങ്ങിൻ്റെ സ്വഭാവത്തെയും തുടങ്ങണം. കൺസിഡർ ആൻ എലാസ്റ്റിക് സ്ട്രിങ് ഓഫ് ലെന്ത് ലെന്ത് എന്തായാലും വേണം. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് L സെൻറ്റിമീറ്റർ ആണെന്ന് ചോദിച്ചോളൂ. സ്ട്രിങ് ഓഫ് ലെന്ത് L ടൈറ്റ്ലി സ്ട്രെച്ച്ഡ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്, 2 എൻഡ് പോയിൻറ്റ്സിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് എന്ത് ചെയ്യുവാണ്? ദ സ്ട്രിങ് ഈസ് ഡിസ്റ്റർബ്ഡ് അറ്റ് ടൈം t ഈസ് ഈക്വൽ ടു 0. ഇനിഷ്യൽ ടൈം, അതായത് t ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന ടൈം, ഇനിഷ്യൽ ടൈം. ആ ടൈമിൽ ഈ സ്ട്രിങ്ങിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണം. അപ്പോൾ എന്തുണ്ടാവും? അതിനകത്തൊരു വേവ് ഉണ്ടാവും, അല്ലെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് അസംഷൻ ഉണ്ട്. ഈ വേവിക്കേഷൻ ഡിറൈവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു അസംഷൻസ് മനസ്സിൽ വിചാരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിന് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുവാണ്. എന്തുവാണ്? ഒരു എലാസ്റ്റിക് സ്ട്രിങ് എടുക്കണം, അതിൻ്റെ ലെന്ത് എല്ലാണ് ടൈറ്റ്ലി സ്ട്രെച്ച്ഡ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്, O എന്ന് പറയുന്ന പോയിന്റിൽ സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുവാണ്. ആ സ്ട്രിങ്ങിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുമ്പം അറ്റ് ടൈം t ഈക്വൽ 0 ഡിസ്റ്റർബ് ചെയ്തിട്ട് അതിനെ റിലീസ് ചെയ്യുന്നു. പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യണേ. സ്ട്രിങ്ങിനെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തിട്ട് വിടുമ്പോഴേക്കും എന്നിട്ട് എന്താണ് അലോ ടു വൈബ്രേറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് അസംഷൻസ് വിചാരിക്കും. ഡെറിവേഷൻ എത്തുന്നതിന് മുമ്പ് കുറച്ച് അസംഷൻസ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഫസ്റ്റ് അസംഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്ലെയിനിൽ ഈ സ്ട്രിങ് ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല, നമ്മുടെ ഗിത്താറിൻ്റെ ആ ഒരു പ്ലെയിനിൽ, ഗിത്താർ ഇങ്ങനെ ഇരിക്കുന്ന പ്ലെയിൻ, അവിടെ മോഷൻ എന്ന് പറയുന്നത് ടേക്സ് പ്ലേസ് എൻ്റർലി ഇൻ ദാറ്റ് പ്ലെയിൻ. ഞാൻ ഗിത്താറിനെ ഡിസ്റ്റർബ് ചെയ്താൽ വേറൊരു സ്ഥലത്ത് ഗിത്താർ തെറിച്ചൊന്നും പോകത്തില്ല. അപ്പോൾ ആ പ്ലേസിൽ തന്നെയാണ് ഇതൊക്കെ നടക്കാൻ പോകുന്നത്. ദ മോഷൻ ടേക്സ് പ്ലേസ് എൻ്റർലി ഇൻ വൺ പ്ലെയിൻ ആൻഡ് ഇൻ ദിസ് പ്ലെയിൻ ഈച്ച് പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ഇക്വിലിബ്രിയം പൊസിഷൻ. ഇപ്പോൾ ഇതാണ് എൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഓരോ പാർട്ടിക്കിളിൻ്റെയും മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇത് കാണാൻ പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ മോഷൻ ടേക്സ് പ്ലേസ് എൻ്റർലി ഇൻ ദാറ്റ് പ്ലെയിൻ, ഇൻ വൺ പ്ലെയിൻ, ആൻഡ് അവിടുത്തെ പാർട്ടിക്കിൾ എങ്ങനെയാണ് മൂവ് ചെയ്യണേ? ആൻഡ് ഇൻ ദിസ് പ്ലെയിൻ ഈച്ച് പാർട്ടിക്കിൾ മൂവ്സ് ഇൻ, ഇത് ഇക്വിലിബ്രിയം പൊസിഷൻ ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് എന്ത്? സ്ട്രിങ്ങിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇത് ഓർമ്മിക്കാൻ നല്ല എളുപ്പമാണ്. രണ്ടാമത്തെ കാര്യം അതിനേക്കാൾ എളുപ്പമാണ്. ഈ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ടെൻഷൻ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. ടെൻഷൻ ക്യാപിറ്റൽ T ഇൻ ദ സ്ട്രിങ് ഈസ് കോൺസ്റ്റൻറ്റ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ, എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഫുൾ ടൈം ആ എക്സാം തീരുന്നത് വരെ നമുക്ക് എന്തുവാണ്? ടെൻഷനാണ്. അപ്പോൾ അതേപോലെ ആ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ടെൻഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ഈസ് കോൺസ്റ്റൻറ്റ്. രണ്ട് എൻഡും ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ ആ സമയത്ത് ഉണ്ടാകുന്ന ടെൻഷൻ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് നമ്മുടെ ഇത് തീരുന്നത് വരെയും ആ കോൺസ്റ്റൻ്റ് ആയിരിക്കും ടെൻഷൻ എന്ന് പറയുന്നത്. അടുത്ത തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് നെഗ്ലിജിബിൾ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തുവാണ്? നെഗ്ലിജിബിൾ ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദ ടെൻഷൻ T ഓഫ് ദ സ്ട്രിങ് എന്നുണ്ട് നിങ്ങളുടെ ടെസ്റ്റിനകത്ത്. നമുക്ക് ഈ പോയിന്റ് മാത്രം മതി. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദിസ് ടെൻഷൻ എന്നും കൂടി ടെസ്റ്റിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ആവശ്യമുള്ള പോയിന്റ് മാത്രമേ പറയുന്നുള്ളേ. അടുത്ത ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിൻ്റെ സ്വഭാവമാണ്. സ്ട്രിങ്ങിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിങ് പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ആണ്. ദ സ്ട്രിങ് ഈസ് പെർഫെക്റ്റ്ലി എലാസ്റ്റിക്. ഓക്കെ, പിന്നെ ഒരു സ്വഭാവം കൂടെ ഉണ്ട്, യൂണിഫോം ആണ്. The string is uniform, perfectly elastic and does not show resistance to bending. അതെ, റിജിഡ് ആയിരിക്കുന്ന ഒരാളെ നമ്മളിങ്ങനെ കമ്പി ഇത് ഈ സാധനത്തിനെ കൊണ്ട് ഗിത്താറിൽ വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് വല്ല ശബ്ദം ഉണ്ടാവും? ഇല്ല. അപ്പോൾ അതാ പറഞ്ഞത്, എലാസ്റ്റിക് ആയിരിക്കണം. ഡസ് നോട്ട് ഷോ റെസിസ്റ്റൻസ് ടു ബെൻഡിങ്. അതിനെ വളയുന്നതായിരിക്കണം. നമ്മളിങ്ങനെ എന്നാൽ മാത്രമേ ശബ്ദം ഉണ്ടാവും, നമുക്ക് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ യൂണിഫോം ആയിരിക്കണം. ഒരു സൈഡിൽ ഇപ്പോൾ ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ നോക്കി, ഇവിടെ ഇച്ചിരി വണ്ണം കൂടുതൽ, ഇവിടെ വണ്ണം കുറവാണ്. അങ്ങനെ പറ്റത്തില്ല. ആ സ്ട്രിങ് എടുത്താൽ എല്ലായിടത്തും ഒരേപോലത്തെ വണ്ണമായിരിക്കണം, ഒരേപോലത്തെ വീതിയായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ആ യൂണിഫോം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതിനൊരു പോയിന്റ് കൂടെ ഉണ്ട്, ഫ്രിക്ഷൻ ഈസ് നെഗ്ലിജിബിൾ. ഫ്രിക്ഷൻ ഈസ് നെഗ്ലിജിബിൾ. ഓക്കെ, ഇത്രയും പോയിന്റ്സ് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ആദ്യം സ്ട്രിങ്ങിനെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് അറ്റ് ദ പോയിന്റ് O ആൻഡ് B. എന്നിട്ട് ഈ സ്ട്രിങ്ങിനെ അറ്റ് ദ ടൈം T ഈക്വൽ 0 ആയപ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ കയ്യിൽ കുറച്ച് അസംഷൻസ് ഉണ്ട്. ഇത് ഡിസ്റ്റർബ് ചെയ്താൽ നമ്മൾ ഇനി അടുത്ത ഡെറിവേഷൻ തുടങ്ങാൻ പോകുന്ന ഈ അസംഷനെ ബേസ് ചെയ്തിട്ടാണ്. ആ അസംഷൻസിൽ മെയിൻ ആയിട്ടുള്ള 2 പോയിന്റ് ഇത് രണ്ടുമാണ്. ആ 2 പോയിന്റ് എന്തൊക്കെയാണ്? ഈ ഇവിടെ മോഷൻ എന്ന് പറയുന്നത് ആ എൻ്റർലി ഇൻ വൺ പ്ലെയിനിലാണ് സംഭവിക്കുന്നത്. അവിടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ടു ദ ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ദ സ്ട്രിങ് ആണ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്, സ്ട്രിങ്ങിൻ്റെ സ്വഭാവം. സ്ട്രിങ്ങിൻ്റെ സ്വഭാവം എന്താണ്? സ്ട്രിങ് എന്ന് പറയുന്ന യൂണിഫോം ആണ്, പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ആണ്, ആൻഡ് ഡസ് നോട്ട് ഷോ റെസിസ്റ്റൻസ് ടു ബെൻഡിങ്. ബാക്കിയെല്ലാം കുഞ്ഞു പോയിന്റ് ആണ്. അതെന്തൊക്കെയാണ്? ടെൻഷൻ കോൺസ്റ്റന്റ് ആണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നെഗ്ലിജിബിൾ ആണ്, ഫ്രിക്ഷൻ നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, ഡെറിവേഷനകത്തുള്ള ഒരു പോയിന്റ് ആണെങ്കിലും
ഇത് നമുക്ക് എക്സാമിന് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ അസംഷൻ ഇൻ ഡെറിവേഷൻ ഓഫ് വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് 3 മാർക്കിന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ മോഷൻ ടേക്സ് പ്ലേസ് എൻറ്റയർലി ഇൻ വൺ പ്ലെയിൻ എന്നുള്ള പോയിന്റിന് 1 മാർക്ക്, സ്ട്രിങ് ഈസ് പെർഫെക്റ്റ്ലി എലാസ്റ്റിക് യൂണിഫോം ആൻഡ് ഡസ് നോട്ട് റെസിസ്റ്റൻസ് ടു ബെൻഡിങ് എന്നുള്ളതിന് 1 മാർക്ക്, ബാക്കി 3 കൂടെ എഴുതുന്നതിനാണ് 1 മാർക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് 3 മാർക്ക് ക്വസ്റ്റ്യനായി മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 3 മാർക്കിന് വാട്ട് ആർ ദ, അപ്പോൾ നിങ്ങളവിടെ എഴുതി വെച്ചിരുന്നുള്ളൂ നിങ്ങളുടെ നോട്ടിനകത്ത് വാട്ട് ആർ ദ അസംഷൻസ് ഇൻ ഡെറൈവിംഗ് വേവ് ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ ഈ 5 പോയിന്റ്സും ആണ് നമ്മൾ എഴുതാനുള്ളത്. ഓക്കെ, ഈ അസംഷൻസ് കയ്യിൽ വെച്ചും കൊണ്ട് നമ്മളിൻ്റെ ഡെറിവേഷനിലേക്ക് പോവാണ്. നമ്മൾ അപ്പുറത്ത് വരച്ച സ്ട്രിങ്ങിൻ്റെ ഫിഗർ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ വരയ്ക്കുവാണ്. ഞാൻ എന്തുവാ നേരത്തെ പറഞ്ഞത്, ഒരു സ്ട്രിങ്ങിന് നമ്മൾ 2 പോയിന്റിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, O ആൻഡ് A എന്നാണ് ആ പോയിന്റ്. ഇവിടെ സ്ട്രിങ്ങിനെ ഡിസ്റ്റർബ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, സ്ട്രിങ്ങിനെ ഡിസ്റ്റർബ് ചെയ്തപ്പോൾ ഇവിടെ ഒരു വേവ് ഉണ്ടായി, ഇങ്ങനൊരു വേവ് ഉണ്ടായി. ഓക്കെ, ഇത്രയാണ് നമ്മൾ നേരത്തെ അവിടെ വരച്ച് വെച്ചിരുന്നത്. അത് ഇനി അപ്പുറത്തേക്ക് വീണ്ടും മറിച്ച് കാണിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇപ്പുറത്തോട്ട് വീണ്ടും വരച്ചതാണ്. ഇനി ഈ വരച്ച കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇനി പോയിന്റ്സ് ഡെറിവേഷൻ തുടങ്ങുമ്പോൾ പറയുന്നത്. ഈ OAയിൽ OA ഞാൻ എന്തായിട്ട് എടുക്കുകയാണ്, ടേക്ക് O ആസ് ഒറിജിൻ. OA ഞാൻ എന്തായിട്ട് എടുത്തു, ഒറിജിനായിട്ട് എടുത്തു. അപ്പോൾ OA എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത് ഒറിജിൻ ആണെങ്കിൽ എന്നെ ഹൊറിസോണ്ടലായിട്ട് കിടക്കുന്നത് എന്ത് ആക്സിസ് ആയിരിക്കും, OA എന്ന് പറയുന്നത് X ആക്സിസ് ആണ്. ആൻഡ് ലൈൻ പെർപെൻഡിക്കുലർ ടു O എന്ന് പറയുന്ന ഈ ലൈൻ എന്തുവാണ്, പെർപെൻഡിക്കുലർ ടു O എന്ന് പറയുന്നതാണ് Y ആക്സിസ് അല്ലേ. അപ്പോൾ ഇവിടെ Y ആക്സിസ് എന്ന് പറയുന്നത് എന്തുവാണ്, ലൈൻ പെർപെൻഡിക്കുലർ ത്രൂ O, ഓയിലൂടെ വരയ്ക്കുന്ന എന്തുവാ പെർപെൻഡിക്കുലർ ലൈനിനെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്, Y ആക്സിസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേഴ്സിൽ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാലും മതി. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, ടേക്കിംഗ് ദ എൻഡ് O ആസ് ഒറിജിൻ ആൻഡ് OA ആസ് X ആക്സിസ് ആൻഡ് ദ ലൈൻ പെർപെൻഡിക്കുലർ ത്രൂ O ഈസ് Y ആക്സിസ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ഓർമ്മിക്കാൻ വേണ്ടി പോയിന്റ്സ് ആയിട്ട് ഇങ്ങനെ എഴുതിയാലും മതി. പരീക്ഷയ്ക്കും എനിക്ക് ഈ പോയിന്റ്സ് മതി. O എന്ന് പറയുന്നത് എന്താ, ഒറിജിൻ ആണ്. OA എന്ന് പറയുന്നത് X ആക്സിസ് ആണ്. ഓയിലൂടെ വരയ്ക്കുന്ന ഈ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നത് എന്താണ്, Y ആക്സിസ് ആണ്. ഇനി അടുത്ത് കൺസിഡർ ദ മോഷൻ ഓഫ് സ്മോൾ എലമെൻറ്റ്. ഇവിടെ ഞാൻ 2 പോയിന്റ് വരയ്ക്കുവാണ്, P എന്നും Q എന്നും. അപ്പോൾ Pയിലും Qയിലും കൂടെ ഞാൻ 2 ടാൻജൻറ്റ് വരയ്ക്കുവാണ്. നമുക്ക് എഴുതാം, ആദ്യം നമുക്ക് വരച്ചിട്ട് എഴുതാം. ഈ ടാൻജൻറ്റ് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അതുപോലെ തന്നെ Qയിലൂടെയും Pയും Q ഒന്നുമില്ലായിപ്പോയി. ഇവിടെ P എന്നും ഇത് Q എന്ന് വിചാരിച്ചോളൂ, ഇത് Pയും ഇത് Qയും. ഓക്കെ, ഇത് രണ്ടും X ആക്സിസിൽ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. X ആക്സിൽ പോയി ടച്ച് ചെയ്യുന്നുണ്ട്. X ആക്സിസിൽ ഉണ്ടാക്കുന്ന Pയിൽ നിന്ന് വരച്ച ആംഗിൾ ഉണ്ടാക്കുന്നത് സൈ ആണെങ്കിൽ ക്യൂവിൽ നിന്ന് വരച്ച ആംഗിൾ ഉണ്ടാക്കുന്നത് സൈ പ്ലസ് ഡെൽറ്റ സൈ ആണ്. കാരണം P എന്ന് പറയുന്ന പോയിന്റ് X, Y ആണെങ്കിൽ Q എന്ന് പറയുന്ന പോയിന്റ് X പ്ലസ് ഡെൽറ്റ X, Y പ്ലസ് ഡെൽറ്റ Y ആണ്. അതായത് P എന്ന് പറയുന്ന പോയിന്റ് X, Y ആണെങ്കിൽ Xൽ നിന്ന് ഒരു ഡെൽറ്റ X ദൂരം അപ്പുറത്താണ് Q എടുത്തേക്കുന്നത്. അതുപോലെ Yയിൽ നിന്ന് ഡെൽറ്റ Y ഒരു ചെറിയ ദൂരം അപ്പുറത്താണ് Q എന്നുള്ള പോയിന്റ്. അപ്പോൾ അതുകൊണ്ടാണ് P എന്ന് പറയുന്ന പോയിന്റ് X, Yയും Q എന്ന് പറയുന്ന പോയിന്റ് X പ്ലസ് ഡെൽറ്റ X, Y പ്ലസ് ഡെൽറ്റ Y ആണെങ്കിൽ ഈ PQവിൻ്റെ ലെന്ത് എന്തായിരിക്കും, PQവിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് ഡെൽറ്റ X ആയിരിക്കും. ഓക്കെ, Y ആക്സിസിലാണെങ്കിൽ അത് ഡെൽറ്റ Y. ഇപ്പോൾ എനിക്ക് PQ എന്ന് പറയുന്ന X ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് പറഞ്ഞാൽ മതി. PQ എന്ന് പറയുന്ന ലെന്ത് എന്തുവാണ്, ഡെൽറ്റ X ആണ്. അപ്പോൾ ഇതാണ് ഇനി ഞാൻ ഇവിടെ എഴുതി വെക്കാൻ പോകുന്നത്. എന്തൊക്കെ എഴുതി വയ്ക്കാൻ പോകുന്നത്, കൺസിഡർ ദ മോഷൻ ഓഫ് ദ സ്മോൾ എലമെന്റ് PQ ഓഫ് ദ സ്ട്രിങ്. ഓക്കെ, കൺസിഡർ ദ മോഷൻ ഓഫ് സ്മോൾ എലമെന്റ് PQ എന്തെന്ന് പറഞ്ഞിട്ട് വെയർ P ഈക്വൽ ടു, ഞാൻ എന്ത് പറഞ്ഞു, P എന്ന് പറയുന്ന പോയിന്റ് X, Y ആണ്. ആൻഡ് Q ഇസ് ഈക്വൽ ടു ഡെൽറ്റ X പ്ലസ് ഡെൽറ്റ X, Y പ്ലസ് ഡെൽറ്റ Y. ഞാൻ ആ മോളിൽ മാർക്ക് ചെയ്ത സാധനങ്ങൾ വേർഡ്സിൽ നമ്മൾ താഴെ എടുത്ത് എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, ആൻഡ് അടുത്ത പോയിന്റ് ആയിട്ട് ആൻഡ് സൈ പ്ലസ് ഡെൽറ്റ സൈ are the angles made by the tangents at P and Q. Pയിലും Qയിലും ഉണ്ടാകുന്ന ടാൻജൻസ് ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണ് സൈ ആൻഡ് ഡെൽറ്റ സൈ വിത്ത് X ആക്സിസ് എന്ന് വേണമെങ്കിൽ എഴുതിക്കോളൂ. അപ്പോൾ നമ്മൾക്ക് ഇതൊരു വലിയ വേർഡ്സിൽ എഴുതേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എന്താ, O ഇവിടെ ഒറിജിൻ ആണ്, OA X ആക്സിസ് ആണ്, ഓയിലൂടെ വരച്ച പെർപെൻഡിക്കുലർ ലൈൻ Y ആക്സിസ് ആണ്. ഇങ്ങനെ എഴുതിക്കുമ്പോൾ ഓർമ്മിക്കാൻ എളുപ്പം. വി വിൽ ടേക്ക് PQ എന്ന് പറയുന്ന ഒരു സ്മോൾ എലമെന്റ് എടുത്തു. വെയർ P എന്ന് പറയുന്നത് എന്താണ്, XY എന്നുള്ള പോയിന്റ് ആണ്. Q എന്ന് പറയുന്നത് X പ്ലസ് ഡെൽറ്റ X, Y പ്ലസ് ഡെൽറ്റ Y ആണ്. അടുത്തെന്താ പറഞ്ഞാൽ സൈയും ഡെൽറ്റ സൈയും Pയും Qയും ഉണ്ടാക്കുന്ന ടാൻജൻസ് ആണ്. ഓക്കെ, തീർന്നു. ഇനി അടുത്തെന്താ പറയാൻ പോകുന്നത്, ലെറ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ലെറ്റ് M എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത്. M എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ സ്ട്രിങ്.
അത്രയും എഴുതണമെന്നില്ല. എം എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെന്ത്. പെർ യൂണിറ്റ് ലെന്ത് എന്നുള്ള ഇവിടെ മറന്നു വരുന്നത്. മാസ് പെർ യൂണിറ്റ് ലെന്ത് എന്ന് മാത്രമേ എഴുതിയാൽ സ്ട്രിങ്ങിന് ഓരോ യൂണിറ്റ് ലെന്തിലുള്ള മാസിനാണ് നമ്മൾ എം എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ ഓഫ് ദ എലമെന്റ് പി ക്യു ഇൻ വൈ ഡയറക്ഷൻ. അത് വേണമെന്ന് മനസ്സിലാണെന്നുള്ളവർക്ക് മാത്രം. ആക്സിലറേഷൻ ഓഫ് എലമെന്റ് പി ക്യു ഇൻ വൈ ഡയറക്ഷൻ. എനിക്കതിപ്പോൾ ആവശ്യമില്ല, ഞാൻ എന്ത് മാത്രമേ എടുക്കണുള്ളൂ, ഇത് ആക്സിലറേഷൻ ആണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. എം എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റിൽ എന്താണ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്നത് എന്തുവാ ആക്സിലറേഷനുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് ഫോഴ്സ്, vertical component of force acting on this element, acting on this element is equal to, നോക്കിയേ, ടി വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ടി സൈൻ തീറ്റ എന്നല്ലേ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പി ക്യു എന്ന് പറയുന്ന എലമെന്റിനകത്ത് ഉണ്ടാകുന്ന വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇതിന് രണ്ടിൻ്റെ ഡിഫറൻസ് ആയിരിക്കും നമുക്ക് വേണ്ടത്. അപ്പോൾ ടി ഇൻറ്റു സൈൻ സൈ പ്ലസ് ഡെൽറ്റ സൈ മൈനസ് ടി ഇൻറ്റു സൈൻ സൈ. ഓക്കെ, ഇനി നോക്കിക്കേ, ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ടിടത്തും ടി കോമൺ ആയിട്ട് ഞാൻ ടി പുറത്തേക്ക് എടുത്തു. അപ്പോൾ അത് സൈൻ സൈ പ്ലസ് ഡെൽറ്റ സൈ മൈനസ് സൈൻ സൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ സൈ എന്ന് പറയുന്ന ഒരു ചെറിയ ആംഗിൾ ആണ്. കാരണം പി ക്യു എന്ന് പറയുന്ന ഒരു ചെറിയ ഡെൽറ്റ എക്സ് നീളമുള്ള ഒരു ചെറിയ എലമെന്റ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ വളരെ ചെറിയ ആംഗിളാണ്. അതിലൂടെ വരയ്ക്കുന്ന ഈ ടാൻജന്റിന്റെ ആംഗിൾ. ഇവിടെ സൈയും സൈ പ്ലസ് ഡെൽറ്റ സൈ എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിളി സ്മോൾ ആണ്, നെഗ്ലിജിബിളി സ്മോൾ ആംഗിൾ ആണ്. അങ്ങനെ സൈൻ തീറ്റയിലെ തീറ്റ വളരെ ചെറുതാണെങ്കിൽ നമ്മൾ സൈൻ തീറ്റേനെ എങ്ങനെ എഴുതാറുണ്ട്, ടാൻ തീറ്റ എന്ന് എഴുതാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ ടാൻ സൈ പ്ലസ് ഡെൽറ്റ സൈ മൈനസ് ടാൻ സൈ എന്ന് എഴുതുന്നത്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു മാസ് എന്നെ സംബന്ധിച്ച് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, സ്ലോപ്പ് ഓഫ് ദ കർവാണ്. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്തുവാണ്, സ്ലോപ്പ് ഓഫ് ദ കർവാണ്. മാസുകാർക്ക് ഏത് കർവാണോ നമ്മൾ എടുത്തേക്കുന്നത് അതിൻ്റെ സ്ലോപ്പിനെയാണ് ടാൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് അതിൻ്റെ ജോമെട്രിക്കൽ അതിൻ്റെ നമ്മൾ എന്താ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെ എഴുതുക, ഡി വൈ ബൈ ഡി ടി എന്ന് എഴുതാറില്ലേ, അതിനെയാണ് ഞാനിവിടെ ഡോ വൈ ബൈ ഡോ എക്സ് എന്ന് എഴുതുന്നത്. ഓക്കെ, സ്ലോപ്പ് ഓഫ് ദ കർവ് ആയത് കാരണം ടി ഇൻറ്റു ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവിനെ നമ്മൾ എന്താ പറയുന്നത്, സ്ലോപ്പ് ഓഫ് ദ കർവ് എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ എന്തുവാ, ടി ഈസ് ഈക്വൽ ടു ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് ക്യൂ മൈനസ് ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് പി. ഓക്കെ, ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് ക്യൂ മൈനസ് ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് പി. അതായത് സൈ പ്ലസ് ഡെൽറ്റ സൈയും ഇവിടെ എന്തുവാണ്, സൈയും. അതാണ് ഇപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത്. ഇതിനെ ഞാൻ ഇക്വേഷൻ 1 എന്ന് മാറ്റി നിർത്തിയേ. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റി നിർത്തിയത്, ഞാനിപ്പോൾ ഇവിടെ ടാൻ തീറ്റ, നിങ്ങൾക്ക് ഇപ്പോൾ സംശയം തോന്നാൻ പോകുന്നത് വെർട്ടിക്കൽ കമ്പോണന്റ് ടാൻ സൈൻ തീറ്റയാണെന്ന് നിങ്ങൾക്ക് അറിയാം, അത് നിങ്ങൾ എഴുതും. സൈൻ തീറ്റ ടാൻ ആവാൻ കാരണം അത് നെഗ്ലിജിബിളി സ്മോൾ ആയത് കാരണം, ടാൻ തീറ്റ ഡോ വൈ ബൈ ഡോ എക്സ് ആവാൻ കാരണം എന്താ, അത് സ്ലോപ്പ് ഓഫ് ദ കർവ് ആയത് കാരണം ടാൻ തീറ്റ എന്നോ ഡി വൈ ബൈ ഡി എക്സ് എന്നോ എഴുതിയാൽ മതി. ആ ഡിക്ക് വരണം ഞാനിവിടെ ഡോ വൈ ബൈ ഡോ എക്സ് എഴുതിയത്. ഇനി നമ്മുടെ ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ട് ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ. ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്തോ കുഞ്ഞുങ്ങളെ, ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഫോർമുല മതിയേ. ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു മാസ് ഓഫ് ദ എലമെന്റ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അത്രയേ ഉള്ളേ, ഞാനിങ്ങനെ എഴുതുന്നേ ഉള്ളൂ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ എം എന്ന് എഴുതിയാലും മതി, ഇത്ര എഴുതി കഷ്ടപ്പെടണ്ട. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് എന്ന് പറയുന്നത് എന്താ, ഇവിടുത്തെ നമ്മൾ എടുത്തേക്കുന്നത് പി ക്യു എന്ന് പറയുന്ന എലമെന്റ് ആണ്. അപ്പം മാസ് എം എന്ന് എഴുതിയാൽ പോരാ. എം എന്ന് പറഞ്ഞാൽ എന്താ, മാസ് പെർ യൂണിറ്റ് ലെന്ത് ആണ്. ഞാൻ എടുത്തേക്കുന്ന പി ക്യു എന്ന് പറയുന്ന ഇത്രയും പോർഷൻ ഉണ്ട്, അതിൻ്റെ ലെന്ത് ഡെൽറ്റ എക്സ് ആണ്. അപ്പം മാസ് എന്ന് പറയുന്നത് എന്താണ്, എം ഇൻറ്റു ഡെൽറ്റ എക്സ് വേണം. ഓക്കെ, ആ യൂണിറ്റ് ലെന്ത് അല്ല, എനിക്കിവിടെ ഡെൽറ്റ എക്സ് ലെന്തുള്ള സാധനത്തിൻ്റെ സ്ട്രിങ്ങിൻ്റെ മാസാണ് വേണ്ടത്. അപ്പം അതുകൊണ്ടാണ് എം ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു ആക്സിലറേഷൻ്റെ ഫോർമുല എന്തുവായിരുന്നു, ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ. അപ്പോൾ ഇതും ഫോഴ്സ് ഈക്വൽ ടു ആണ്, ഇപ്പോൾ കിട്ടിയ ഇക്വേഷനും ഫോഴ്സ് ഈക്വൽ ടു എന്നാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ, ഇക്വേറ്റിംഗ് ദിസ് ടു ഇക്വേഷൻ, ഇക്വേറ്റിംഗ് ഇക്വേഷൻ 1 and 2, നമുക്ക് എന്ത് എഴുതാം, എം ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് ക്യൂ മൈനസ് ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് പി. ഓക്കെ, that is dou square y by dou t square is equal to t by m into
ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് ക്യൂ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ ആണ്. മൈനസ് ഓഫ് ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് പി എന്ന് പറയുമ്പോൾ ആ പോയിന്റ് എന്തുവാണ്? എക്സ് കോമ വൈ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ആംഗിൾ എന്തുവാണ്? സൈ പ്ലസ് ഡെൽറ്റ സൈ. നമുക്കത് മതി നിങ്ങൾക്ക് ഓർമ്മിക്കാനായിട്ട്. സൈ പ്ലസ് ഡെൽറ്റ സൈയും ഇവിടെ സൈയും. ഓക്കെ, ദ ഹോൾ ബൈ ഇവിടുത്തെ ഡെൽറ്റ എക്സും കൂടെ താഴെ വരുമ്പോൾ ദ ഹോൾ ബൈ ഡെൽറ്റ എക്സ് എന്നും കൂടെ ഉണ്ട്, കാണല്ലോ. ഓക്കെ, ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി ബൈ എം ഇൻറ്റു ഈ ക്യൂ എന്നുള്ളത് ഉണ്ടാക്കിയ ആംഗിൾ സൈ പ്ലസ് ഡെൽറ്റ സൈ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ അവിടെ എഴുതി മൈനസ് ഡോ വൈ ബൈ ഡോ എക്സ് അത് എന്തുവാ? സൈ. ഇനി നമ്മൾ ഡെറിവേറ്റീവിൻ്റെ ഫോമിലെ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ എന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതൊന്ന് നോക്കിക്കേ. ഇഫ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആവണമെങ്കിൽ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഈ എലമെൻറ്റിൻ്റെ ലെന്ത് 0 ആയി മാറുകയാണെങ്കിൽ, ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആവുകയാണെങ്കിൽ ഈ പാർട്ട് ഒന്ന് നോക്കിക്കേ. എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് വന്നപ്പോൾ നിങ്ങളിവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതി. ഇതെന്തായി മാറുവാണ്? ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിനാണ് ഞാൻ സൈ പ്ലസ് ഡെൽറ്റ സൈ. അതിനാണ് ഞാൻ നേരത്തെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ എന്ന് അവിടെ എഴുതിയത്, നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി. മൈനസ് ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് ദ പോയിന്റ് പി എന്ന് പറയുമ്പോൾ ഇതേ ഫോമിലല്ല കിടക്കുന്നത്, ദ ഹോൾ ബൈ ഡെൽറ്റ എക്സ്. ബട്ട് എഫ് എന്നുള്ളതിന് വരെ ഇവിടെ എന്താ കിടക്കുന്നത്? ഡോ വൈ ബൈ ഡോ എക്സ്. അപ്പോൾ ഈ എഫിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അത് എഫ് ഡാഷ് ആയെങ്കിൽ ഡോ വൈ ബൈ ഡോ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഫോമുലയാണിത്. അപ്പോൾ ഡോ വൈ ബൈ ഡോ എക്സിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇത് എന്തായി മാറും? ഡോ സ്ക്വയർ വിത്ത് റെസ്പെക്ട് എന്തിനാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്? എക്സിനാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. കണ്ടോ, ബൈ ഡെൽറ്റ എക്സ് ആ, ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആവുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡോ വൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്നോ. സോ ഈ ഫോമിൽ എങ്ങനെയായി മാറുകയാണ്? ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി ബൈ എം ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആവും. എങ്ങനെയാണ്? ഇഫ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആകുമ്പോൾ ആ ഫോമിൽ എങ്ങനെയായി മാറുന്നു? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആ സ്റ്റെപ്പ് ഓർമ്മിക്കാൻ പറ്റിയില്ലെങ്കിൽ ദയവ് ഇത് എന്തുവാണ്? വേവ് ഇക്വേഷൻ്റെ ഫോമിലാണ്. ഇതുവരെ എത്തുമ്പോൾ അത് വേവ് ഇക്വേഷൻ്റെ ഫോമിലാണ് അവിടെ വരേണ്ടതെന്ന് പറഞ്ഞിട്ട് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടി ബൈ എം ഇൻറ്റു വേവ് ഇക്വേഷൻ്റെ ഫോമിലെങ്കിലും ഒന്ന് എഴുതി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വേവ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ ആയി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ വേവ് ഇക്വേഷൻ. ഞാൻ ഈ ടി ബൈ എം എന്നിട്ട് എനിക്കൊരു ഭംഗിയില്ല പ്രോബ്ലം ചെയ്യുമ്പോൾ, അതുകൊണ്ട് ഞാൻ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് എഴുതുവാണ്. വെയർ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി ബൈ എം. നമുക്ക് എന്തിനാണ് എ സ്ക്വയർ ഇട്ടത് എന്ന് ആലോചിക്കാം. എ എന്നിട്ടാൽ പോരെ. അപ്പോൾ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി എന്നാണ്. ഈ ടെൻഷനും മാസും എപ്പോഴും പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ കിട്ടുന്ന ഈ ആൻസർ എപ്പോഴും പോസിറ്റീവാണ്. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇത് പോസിറ്റീവാണ്, ഒരിക്കലും നെഗറ്റീവ് ആവില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതിന് എ സ്ക്വയർ എന്ന് നമ്മൾ പേര് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ദിസ് പാർഷ്യൽ ഡിഫറൻഷ്യൽ, ഇതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ? ദിസ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് നോൺ ആസ്, ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. ഇതിനെയാണ് നമ്മൾ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ WE എന്ന് ഞാൻ ഇട്ടത്. വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അത് ഡിസ്പ്ലേസ്മെൻറ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചത് ഓർമ്മയില്ലേ? മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ പറഞ്ഞപ്പോൾ ഇവിടെ എന്താ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ y ആണ്. എന്തിലൊക്കെ കിടക്കുന്നത്? എക്സിലും ടിയിലും. അപ്പോൾ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും കിട്ടുന്നത്? y ഓഫ് എക്സ് കോമ ടി എന്നുള്ള ഫോമിലായിരിക്കും സൊല്യൂഷൻ കിട്ടുന്നത്. y ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ടി എന്നുള്ള ഫോമിൽ സൊല്യൂഷൻ കിട്ടും. അതായത് ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് ടിയിൽ സൊല്യൂഷൻ കിട്ടും. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് y ഓഫ് എക്സ് കോമ ടി. വെയർ എക്സ് എന്താ കുഞ്ഞുങ്ങളെ? എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് ആൻഡ് ടി ഈസ് ടൈം. അത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം നമ്മൾ ഇനി അടുത്ത എല്ലാ പ്രോബ്ലം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത്. നമ്മുടെ ഡെറിവേഷൻ ഇവിടെ വെച്ച് തീർന്നു. ഈ പോയിന്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്തുവാണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. കാരണം വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ y ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ടി എന്ന സൊല്യൂഷൻ വരേണ്ടത്. അതുകൊണ്ട് ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ അല്ലെങ്കിൽ വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ എല്ലാ പ്രാവശ്യം KTU എക്സാമിന് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ നമുക്ക് ഡെറിവേഷൻ ഓഫ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ പ്രതീക്ഷിക്കാം. അങ്ങനെ ഡിറൈവ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മുതൽ കഥ തുടങ്ങണം, ഇതെല്ലാം പറയണം.
ഈ ഡെറിവേഷൻ എന്തായാലും മസ്റ്റായിട്ട് വേണം. ഏറ്റവും അവസാനം ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ വേറെ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി ബൈ എം എന്ന് പറഞ്ഞ് നിർത്തണം. ദിസ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് നോൺ ആസ് വേവ് ഇക്വേഷൻ. ഇനി ഇതിനകത്ത് ചോദിക്കാൻ പറ്റുന്ന 3 മാർക്ക് ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. എന്തുവാ? വാട്ട് ആർ ദ അസംഷൻസ് ഇൻ ഡിറൈവിംഗ് വേവ് ഇക്വേഷൻ? അത് നമുക്കൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി ബൈ എം എന്ന് പറയുന്ന ആൾക്ക് ഒരു പേരുണ്ട് കേട്ടോ, സ്റ്റിഫ്നെസ് ഓഫ് ദ മെറ്റീരിയൽ. ഇതെന്തിനാ പറയണതെന്ന് പറഞ്ഞാൽ അതും 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, സ്റ്റിഫ്നെസ് ഓഫ് ദ മെറ്റീരിയൽ. അതായത് ഒരു പ്രാവശ്യം K2-ൻ്റെ ഒരു എക്സാമിന് S2-കാർക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡിറൈവ് 1 ഡയമെൻഷണൽ എന്നല്ല, വാട്ട് ഇസ് 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എഴുതിയിട്ട് അതിൽ എ സ്ക്വയർ എന്താന്ന് പറയുന്നത്. അപ്പോൾ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി ബൈ എം ആണ്, വേർ എ സ്ക്വയർ ഇസ് നോൺ സ്റ്റിഫ്നെസ് ഓഫ് ദ മെറ്റീരിയൽ. അല്ലെങ്കിൽ വാട്ട് ആർ ദ അസംഷൻ എന്ന് ചോദിച്ചിട്ട് ഈ വേവ് ഇക്വേഷനിൽ എ സ്ക്വയർ എന്താന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എന്താ അതിനെ പറയുന്നത്, സ്റ്റിഫ്നെസ് ഓഫ് ദ മെറ്റീരിയൽ. സ്റ്റിഫ്നെസ് ഓഫ് ദ മെറ്റീരിയൽ എന്നാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്, വേവ് ഇക്വേഷനകത്തുള്ള ഈ കോൺസ്റ്റന്റ് പറയുന്ന പേര് സ്റ്റിഫ്നെസ് ഓഫ് ദ മെറ്റീരിയൽ എന്നാണ്. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വയ്ക്കുക, ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ്, അതുകൊണ്ടാണ് അതിപ്പോൾ ഓർത്ത് എടുത്ത് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഞാനിവിടെ ഇപ്പം ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു ടി ബൈ എം എന്നുള്ളതിനെ മാറ്റിയിട്ട് എ സ്ക്വയർ എന്നുള്ള ലെറ്റർ തന്നെ ഞാൻ അതിനെ മാറ്റിയിട്ട് സി സ്ക്വയർ എന്നാക്കുവാണ്. കാരണം നിങ്ങളുടെ പ്രിസ്ക്രൈബ് ടെസ്റ്റിനകത്ത് സി എന്നുള്ള ലെറ്റർ അടക്കുന്നത്. കാരണം ഒരു പ്രോബ്ലത്തിനകത്ത് ലെന്ത് ഏത് തരും, അപ്പോൾ അത് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തുവാ അപ്പോഴും നമുക്കിവിടെ എ കിടന്ന് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രിസ്ക്രൈബ് ടെസ്റ്റിൽ നോക്കിയപ്പോഴും സി ആണ് കിടക്കുന്നത്. സോ ഞാൻ അതിനെ സി സ്ക്വയർ എന്നാക്കി മാറ്റി. അപ്പോൾ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ എല്ലായിടത്തും സി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സി എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ് ഓഫ് ദ മെറ്റീരിയൽ ആണ്, മറക്കരുത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ ബൈ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ. അപ്പോൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ നമ്മൾ തൊട്ട് മുന്നത്തെ മോഡ്യൂളിൽ പഠിച്ചതാണ്. അപ്പോൾ അവിടെ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിളിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, നിങ്ങൾക്ക് ആ മെത്തേഡ് അറിയായിരിക്കും. അപ്പോൾ ആ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ എഴുതുന്നത് എന്താ, വേവ് ഇക്വേഷൻ എഴുതും. വേവ് ഇക്വേഷൻ എന്തുവാണ്? വേവ് ഇക്വേഷൻ ഈസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. അപ്പോൾ എപ്പോഴും നമ്മൾ തന്നിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഇക്വേഷൻ 1 എന്ന് വിളിക്കും അല്ലേ. ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താണ്? വൈ ആണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. എക്സ് ആൻഡ് ടി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് വരിക? therefore the solution is y ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ടി. എക്സ് ഒരു ഫംഗ്ഷനാണ്, ക്യാപിറ്റൽ ടി ഒരു ഫംഗ്ഷനാണ്. ഇതിനെ ഞാൻ ഇക്വേഷൻ 2 എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയറും ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയറും ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഡിഫറൻഷ്യേറ്റിംഗ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ അറിയാത്തവർ ആ പ്രോബ്ലം പോയി നോക്കിക്കൊള്ളേ. ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 2 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് ടി ഫസ്റ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡോ വൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എക്സിൻ്റെ ഡെറിവേറ്റീവ്, എക്സ് ഒരു ഫംഗ്ഷനാണ്, അതിൻ്റെ ഡെറിവേറ്റീവ് എക്സ് ഡാഷ് എന്നിടും ഇൻറ്റു ക്യാപിറ്റൽ ടി. അപ്പോൾ ഡോ വൈ ബൈ ഡോ ടി എന്ന് പറയുന്നതോ, അവിടെ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ടി ഡാഷ്. നമുക്ക് ഡോ വൈ ബൈ ഡോ എക്സും ഡോ വൈ ബൈ ഡോ ടി അല്ല ഇക്വേഷനിലുള്ള. ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയറും ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ ഡിഫറൻഷ്യേറ്റിംഗ് എഗെയിൻ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് ടി. എക്സിനും ടിക്കും വേണ്ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണേ. അപ്പം വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഡോ വൈ ബൈ ഡോ എക്സ് എന്നുള്ളത് ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്നാവും. എക്സ് ഡാഷിൻ്റെ ഡെറിവേറ്റീവ് എക്സ് ഡബിൾ ഡാഷ് ടി. ഡോ വൈ ബൈ ഡോ ടീൻ്റെ ഡെറിവേറ്റീവ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എന്നാവും, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ടി ഡാഷിൻ്റെ ഡെറിവേറ്റീവ് ടി ഡബിൾ ഡാഷ്. ഓക്കെ, ഇനി ഞാൻ ഈ രണ്ട് ആൾക്കാരെയും കൊണ്ട് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇക്വേഷൻ 1 ഇംപ്ലൈസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എക്സ് ടി ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു എക്സ് ഡബിൾ ഡാഷ് ടി. അപ്പം നിങ്ങൾ ഓർത്തോളം ഞാൻ പറഞ്ഞത് എന്തുവാണ്, നമ്മൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ ചെയ്യുമ്പം വേരിയബിൾ സെപ്പറബിളാണ് ചെയ്യേണ്ടത്. എക്സിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകണം, ഇവിടെ വേറെ വേരിയബിൾ ഏതാ, ടി ആണ് മറ്റേ വേരിയബിൾ, അപ്പോൾ ടിയെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഒരു കാര്യം ഓർത്തോളം ഞാൻ എളുപ്പത്തിന് എന്താ പറഞ്ഞത്, ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ നിൽക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ ടി ഡബിൾ ഡാഷ് ഉണ്ട്, അയാൾ അവിടെ നിന്നോട്ടെ, അയാളുടെ താഴേക്ക് നമുക്ക് ഈ ടീനെ കൊണ്ടുവന്നാൽ പോലെ ഇൻക്ലൂഡിങ് ദ കോൺസ്റ്റൻറ്റ് ഞാൻ കൊണ്ടുവരുവാണേ. 1 ബൈ സി സ്ക്വയർ ഇൻറ്റു ടി ഡബിൾ ഡാഷ് ബൈ ടി ഈസ് ഈക്വൽ ടു, ഇനി എന്താ ഇവിടെ എക്സ് ഡബിൾ ഡാഷ് ഉണ്ട്, ആ എക്സിന് ഇതിൻ്റെ താഴേക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ആയല്ലോ, എക്സ് ഒരു സൈഡിലായി ടി ഒരു സൈഡിലായി. ഞാൻ ഇയാളെ ഒരു കോൺസ്റ്റൻറ്റ് ഇക്വേറ്റ് ചെയ്യാണ്, ആ കോൺസ്റ്റൻറ്റിനെയാണ് ഞാൻ കെ എന്ന് വിളിച്ചത്. ഓക്കെ, ഇനി ഓരോരുത്തരായിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ആദ്യം ഞാൻ എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു കെ എടുക്കുവാണ്. രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു, 1 ബൈ സി സ്ക്വയർ ഇൻറ്റു ടി ഡബിൾ ഡാഷ് ബൈ ടി ഇസ് ഈക്വൽ ടു കെ എന്നും എടുത്തു.
ഇനി ഇയാളെ ഇക്വേഷനാക്കി മാറ്റുമ്പോൾ എങ്ങനെ എടുക്കണം? എക്സ് ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു കെ എക്സ് ഓർ എക്സ് ഡബിൾ ഡാഷ് മൈനസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇയാളെ ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിച്ചേ. ഈ ഇക്വേഷൻ ആണെങ്കിൽ ഇതേപോലെ അറേഞ്ച് ചെയ്യുമ്പോൾ ടി ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു സി സ്ക്വയർ ക്യാപിറ്റൽ ടി ഓർ ടി ഡബിൾ ഡാഷ് മൈനസ് കെ സി സ്ക്വയർ ക്യാപിറ്റൽ ടി ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ 4. ഇനി ഇത് രണ്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സും ക്യാപിറ്റൽ ടിയും കിട്ടും. പക്ഷേ ഈ ഇക്വേഷൻ 3ഉം 4ഉം സോൾവ് ചെയ്യുമ്പോൾ ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലോ. ഡിഫറൻഷ്യൽ ഇക്വേഷന് ക്യാപിറ്റൽ ഡി ഒക്കെ കൊടുത്ത് ഇത് സോൾവ് ചെയ്യുമ്പോൾ അതിനെ ക്യാപിറ്റൽ ഡിയിലോട്ടും കൂടി ആക്കി ഞാൻ വേണമെങ്കിൽ എഴുതാം. എക്സ് ഡബിൾ ഡാഷ് മൈനസ് കെ എക്സ് നമുക്ക് വേണമെങ്കിൽ ഡി സ്ക്വയർ മൈനസ് കെ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇതാണെങ്കിൽ എങ്ങനെ വരും? ഡി സ്ക്വയർ മൈനസ് കെ സി സ്ക്വയർ ഇൻറ്റു ടി ഈക്വൽ ടു 0. അപ്പോൾ ഇത് ഇക്വേഷൻ 3, ഇത് ഇക്വേഷൻ 4 ആയിക്കോട്ടെ. നമ്മളിങ്ങനെ മാറ്റി. ഓക്കെ, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇയാളെയാണ് ഞാൻ ഇക്വേഷൻ 3 എന്ന് വിളിക്കുന്നത്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, സപ്പോസ് ഇവിടുത്തെ കെ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? അത് പ്ലസ് ആവും. അപ്പോൾ കിട്ടുന്ന ആൻസർ വേറൊന്നായിരിക്കും. അപ്പോൾ കെയുടെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോൾ കിട്ടുന്ന ആൻസർ വേറൊന്നായിരിക്കും. കെ 0 ആയി പോവുകയാണെങ്കിൽ കിട്ടുന്ന ആൻസർ വേറൊന്നായിരിക്കും. അതായത് ഈ ഇക്വേഷൻ 3 and 4ൻ്റെ സൊല്യൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് കെ. കെയുടെ ആൻസറിനനുസരിച്ചാണ് ഈ ഓക്സിലറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 3 and 4 depends on the value of k. Depends on the value of k. കെയുടെ വാല്യൂവിനനുസരിച്ചാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കെയുടെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഇനി ബാക്കി സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു, നമ്മൾ ആദ്യത്തെ കേസ് എടുക്കുവാണ്. കേസ് 1, വെൻ കെ ഈസ് പോസിറ്റീവ്. കെ പോസിറ്റീവാണെന്ന് എടുക്കുവാണ്. കെ പോസിറ്റീവ് എന്നുള്ളതിന് ഡിനോട്ട് ചെയ്യുന്നതാണ് കെ ഈക്വൽ ടു പി സ്ക്വയർ. സ്മോൾ ലെറ്റർ പി ആണേ. അപ്പോൾ പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് പോസിറ്റീവ് ആവും? പിയുടെ വാല്യൂ -1 ആണെങ്കിൽ എൻ്റെ സ്ക്വയർ എന്താ 1. പിയുടെ വാല്യൂ -2 ആണെങ്കിൽ എൻ്റെ സ്ക്വയർ എന്താ 4. പിയുടെ വാല്യൂ 3 ആണെങ്കിൽ എൻ്റെ സ്ക്വയർ എന്ത് 1 ആയി. അത് നെഗറ്റീവ് കൊടുത്താലും പോസിറ്റീവ് കൊടുത്താലും പി സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ കെ ഈക്വൽ ടു പോസിറ്റീവ് എന്ന് കിട്ടിയില്ലേ? ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇക്വേഷൻ 3ലും 4ലും കൊടുത്തു നോക്കാം. അപ്പോൾ ഇക്വേഷൻ 3 എങ്ങനെയായി മാറും? ഡി സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. ഇക്വേഷൻ 4 എങ്ങനെയാണ് മാറുന്നത്? ഡി സ്ക്വയർ മൈനസ് പി സ്ക്വയർ സി സ്ക്വയർ ഇൻറ്റു ടി ഈക്വൽ ടു 0 എന്ന് മാറും. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ ഡിക്ക് എം കൊടുക്കുമ്പോൾ ഇതെങ്ങനെ വരും? എം സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്നാവും. ദറ്റ് ഈസ് എം സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പി ആണോ? എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡിഫറെൻ്റ് ആകുമ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് ഓർമ്മിപ്പിക്കാം. ഡിഫറെൻ്റ് ആകുമ്പോഴുള്ള സൊല്യൂഷൻ എന്തുവാണ്? നോക്കിക്കേ, എമ്മിൻ്റെ വാല്യൂ സെയിം ആവാം ഡിഫറെൻ്റ് ആവാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സി എഫ് ഇസ് ഈക്വൽ ടു C1 e⁻m1x പ്ലസ് C2 e⁻m2x. കഴിഞ്ഞ ഫസ്റ്റ് മോഡ്യൂളിൽ ഏതൊരു പ്രോബ്ലത്തിനകത്ത് ഞാൻ ഇത് പറഞ്ഞതാണ്. എങ്കിലും അറിയാത്തവർക്ക് വീണ്ടും എഴുതുക. ഇങ്ങനെ എമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞ് കിട്ടുന്നത് സെയിം ആവുകയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സി എഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഇപ്പം 2 ഡിഗ്രി 2 അല്ലേ, ഡി സ്ക്വയർ എന്നല്ലേ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ C1 C2ൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളേ. രണ്ടും സെയിം ആണെങ്കിൽ C1 പ്ലസ് C2x ഇൻറ്റു e⁻mx എന്ന ഫോമുല. ഇനി എമ്മിൻ്റെ വാല്യൂ ഇമാജിനറി ആണെങ്കിലോ? ഇമാജിനറി എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ എന്ന് വന്നാൽ സി എഫ് ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല എന്ന് പറയുന്നത് e⁻α(x) ഇൻറ്റു C1 കോസ് ബീറ്റ എക്സ് പ്ലസ് C2 സൈൻ ബീറ്റ എക്സ്. ഓക്കെ, ഇതാണ് നമ്മൾ സി എഫ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുള്ള നമ്മുടെ 3 ഫോമുല. ഇതാണ് ഇവിടെ ഇപ്പം നമുക്ക് കിട്ടിയത് എന്താ? എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പി, അതായത് ഡിഫറെൻറ്റ് റൂട്ട് M1 M2 എന്നുള്ള കേസാണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ സി എഫ് എങ്ങനെ വരും? ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സി എഫ് ഇസ് ഈക്വൽ ടു C1 e⁻px പ്ലസ് C2 e⁻−px. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ആൻസർ നമുക്ക് കിട്ടിയേ. ഇനി നമുക്ക് ടി കൂടെ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ ഇതെങ്ങനെ വരും? ഡി സ്ക്വയർ എന്നുള്ളത് എം സ്ക്വയർ മൈനസ് പി സ്ക്വയർ സി സ്ക്വയർ is equal to 0. P square C square അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ M square is equal to P square C square or M equal to plus or minus PC. അപ്പോൾ ഇതിൻ്റെ റൂട്ട് ഇതേപോലെ എഴുതുമ്പോൾ 2 ഡിഫറെൻ്റ് ആണ്. പിയും പി സി ഒരെണ്ണം മൈനസ് പി സി മറ്റൊരെണ്ണം. അപ്പോൾ ക്യാപിറ്റൽ ടി ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ എങ്ങനെയാണ്? നോക്കി, C1 C2 ഓൾറെഡി യൂസ് ചെയ്തത് കാരണം ഈ ഫോമുലയിലെ കോൺസ്റ്റൻറ്റ് ഞാൻ C3 ഇൻറ്റു e⁻PC എന്താ വേരിയബിൾ വരേണ്ടത്? ഇവിടെ ടി ആണുള്ളത്. സോ പി സി ടി പ്ലസ് C4 ഇൻറ്റു e⁻PC ടി. ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ ടി. ആൻസർ കംപ്ലീറ്റ് ആയോ?
കംപ്ലീറ്റ് ആയി. പക്ഷേ സൊല്യൂഷൻ എങ്ങനെ നിൽക്കേണ്ടത്? y = xt എന്നുള്ള ഫോമിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നോക്കിക്കേ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ y = xt എന്നുള്ള രീതിയിൽ സൊല്യൂഷൻ കിട്ടിയാലും y(x, t) അല്ലേ, എക്സിൻ്റെയും ടീൻ്റെയും ടേമിൽ ആൻസർ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ വേണമെങ്കിൽ y(x, t) എന്ന് എഴുതാം. സോ y(x, t) is equal to capital X into t. Capital X എന്ന് പറഞ്ഞാൽ c1 into e raised to px plus c2 into e raised to minus px into c3 into e raised to pct plus c4 into e raised to minus pct. ഞാനിവിടെ മൈനസ് ഇടാൻ വിട്ടുപോയേ. ഓക്കെ, അപ്പോൾ നമ്മുടെ സൊല്യൂഷനായി മാറി. ഇതാണ് നമ്മുടെ നമ്മുടെ വേവ് ഇക്വേഷൻ്റെ ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ എങ്ങനത്തെ കേസിൽ മാത്രം k എന്ന് പറയുന്നത് പോസിറ്റീവ് ആകുമ്പോഴുള്ള സൊല്യൂഷനാണിത്. ഇതിന് ഞാൻ ഇക്വേഷൻ 1 എന്ന് റോമൻ ലെറ്റർ 1 കൊടുത്ത് മാറ്റി നിർത്തിയേക്കാം. അതെന്തിനാണ് അങ്ങനെ കൊടുത്തെന്നുള്ളത് പിന്നെ പറയാം. അപ്പോൾ കെയുടെ കേസ് ഇപ്പോൾ എന്താ ഞാൻ കൊടുത്തത്? k പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടാണ് ഇതേ കാര്യം ചെയ്തത്. ഇനി കേസ് 2 അപ്പോൾ എന്തുമായിരിക്കും? നിങ്ങൾ എന്നൊന്ന് ആലോചിക്കുക. കേസ് 2 എന്ന് പറഞ്ഞാൽ കെയുടെ വാല്യൂ നെഗറ്റീവ് ആവുന്ന കേസ്. കെയുടെ വാല്യൂ നെഗറ്റീവ് ആവുക എന്ന് പറയുമ്പോൾ k = എന്തായിരിക്കും കൊടുക്കേണ്ടത്? p² കൊടുത്താൽ പറ്റത്തില്ല. p² എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ ഫ്രണ്ടിൽ ഒരു നെഗറ്റീവ് സൈൻ കൂടെ കൊടുത്താൽ മതി. k = -p². ഇതേപോലെ ചെയ്ത് നോക്കാമോ? അപ്പോൾ അതിനെ കേസ് 2 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കേസ് 2 എന്ന് പറഞ്ഞിട്ട് വെൻ k ഈസ് നെഗറ്റീവ്, k എന്ന് പറയുന്നത് നെഗറ്റീവ് ആവുകയാണെങ്കിൽ, k നെഗറ്റീവ് ആണെന്ന് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് k = -p² വരുവാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ 3 എന്ന് പറയുന്നത് എങ്ങനെയായി മാറും? d² - k എന്നാണുള്ളത്. ആ kയുടെ സ്ഥാനത്ത് -p² വരുമ്പോൾ d² + p² ഇൻറ്റു x = 0. അപ്പോൾ ഇക്വേഷൻ 4 എന്താവും? d² - c² d എന്നാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ kയുടെ സ്ഥാനത്ത് p കൊടുക്കുമ്പോഴേക്കും -p കൊടുക്കുമ്പോൾ ഇത് പ്ലസ് ആവും. p² c² ഇൻറ്റു t = 0. അപ്പോൾ ഇക്വേഷൻ 3നെയും 4നെയും നമ്മൾ എടുത്തെഴുതി. നമുക്ക് ആദ്യം 3നെ സോൾവ് ചെയ്തിട്ട് പിന്നെ അടുത്ത് 4ലേക്ക് പോകാം. ആദ്യം ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ നോക്കിക്കുക. ഓക്സിലറി ഇക്വേഷൻ ഈസ് m² + p² = 0. ഡിക്ക് m കൊടുത്തിട്ട് എഴുതുന്നതാണ്. ദാറ്റ് ഈസ് m² = -p². m = മൈനസിൻ്റെ റൂട്ട് എന്താ? i ആണ്. p² എന്ന് പറയുമ്പോൾ p ±ip. ഓക്കെ, അപ്പോൾ ഇമാജിനറി വരുമ്പോൾ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതല്ലേ ഉള്ളൂ. ഇമാജിനറി വന്നാൽ എങ്ങനെയാണ് വരേണ്ടത്? e raised to α(x) into c1 cos βx plus c2 sin βx. ഇവിടെ m = ±ip എന്ന് പറയുമ്പോൾ ±iβ എന്നുള്ള പാർട്ടേ ഉള്ളൂ. ആൽഫ എന്നുള്ള പാർട്ട് ഇവിടെ ഉണ്ടോ? ഇല്ല. ആൽഫ ഇവിടെ എന്തായിപ്പോയി? 0 ആയിപ്പോയി. അപ്പോൾ ഇവിടുത്തെ ക്യാപിറ്റൽ X എങ്ങനെയാണ് വരേണ്ടത്? ക്യാപിറ്റൽ X = e raised to α(x). e raised to α(x) എന്ന് പറഞ്ഞാൽ എന്താ? e raised to 0. അപ്പോൾ അത് വേണ്ട. e raised to 0 1 ആണ്. ബാക്കിയുള്ള ആൾക്കാരെ മതി. c1 c2 c3 c4 നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി കഴിഞ്ഞു. വേണ്ട, c1 c2 c3 c4 ഓൾറെഡി എഴുതി കഴിഞ്ഞ കാര്യം. അപ്പോൾ നമുക്കിവിടെ എന്ത് മതി? ഇനി c4 കഴിഞ്ഞിട്ട് അടുത്ത ആളെന്താ? c5. അപ്പോൾ c5 cos β എന്നുള്ളത് ഇവിടെ p ആണ്. അപ്പോൾ cos px പ്ലസ് c6 sin px. അപ്പോൾ ക്യാപിറ്റൽ X കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ട? ക്യാപിറ്റൽ T ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ T ഇതുപോലെ എഴുതുമ്പം ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ നോക്കിക്കോളേ. ക്യാപിറ്റൽ ഡിക്ക് m കൊടുക്കുമ്പോൾ ഇത് m² + p² c² = 0. m² = -p² c². m = മൈനസിനാണ് നമ്മൾ i ഇട്ടത്. p² c²ൻ്റെ റൂട്ട് ±pc. അപ്പോൾ അവിടെയും ഇമാജിനറിയാണ്, ഇതേപോലെ തന്നെ. അപ്പോൾ c5 c6 യൂസ് ചെയ്തത് കാരണം ക്യാപിറ്റൽ T = c7 cos pct plus c8 sin pct. അയാളെയും ഞാനൊരു ബോക്സിനകത്ത് ഇട്ടു. സൊല്യൂഷൻ ആയോ? ഇല്ല. സൊല്യൂഷൻ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? therefore the solution is y(x, t) is equal to ഇവരുടെ പ്രോഡക്റ്റ്. ഇവരുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? c5 cos px plus c6 sin px into c7 cos pct plus c8 sin pct. ഇയാളെ നമുക്കൊരു ബോക്സിനകത്ത് ഇടാം. എന്നിട്ട് ഇയാൾക്ക് നമുക്ക് റോമൻ ലെറ്റർ 2 എന്ന് പറഞ്ഞ നമ്പറും കൊടുത്ത് വയ്ക്കാം. അതെന്തിനാണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാവേ. ആ നമ്പർ എന്തിനാണ് കൊടുക്കണേന്ന്. ഇയാൾക്ക് ഞാൻ എന്താ പേര് നമ്പർ കൊടുത്തേ? 2 എന്ന് നമ്പറും കൊടുത്ത് നിർത്തി. അപ്പോൾ ഇത് ഇപ്പോൾ എങ്ങനത്തെ സൊല്യൂഷനാണ്? k എന്ന് പറയുന്ന വാല്യൂ നെഗറ്റീവ് വരുവാണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ ഇങ്ങനെ ആയിരിക്കുന്നത്. തീർന്നിട്ടില്ല കേട്ടോ, ഇനിയും കേസ് ഉണ്ട്. അതാണ് നമ്മുടെ കേസ് 3 എന്ന് പറയുന്നത്. കേസ് 3 എടുക്കുവാണ്. കേസ് 3 എന്ന് പറഞ്ഞാൽ ഇനി എന്ത് കേസാണ് ബാക്കിയുള്ള? പോസിറ്റീവായി നെഗറ്റീവായി. ഇനി ഒരു കേസ് എന്തായിരിക്കും? 0 ആവുന്ന കേസ്. സോ വെൻ k ഈസ് 0, k എന്ന് പറയുന്നത് 0 ആവുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇക്വേഷൻ 3 നോക്കിക്കേ. k ഇല്ല എന്ന് പറഞ്ഞാൽ അത് d² x = 0 എന്നാവും.
ഇക്വേഷൻ 4 എന്ന് പറഞ്ഞാൽ കെ ഇല്ല എന്ന് പറഞ്ഞാൽ അതെന്താവും ഡി സ്ക്വയർ ടി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പം എം സ്ക്വയർ ഈസ് ഈക്വൽ ടു 0, എം ഈക്വൽ ടു 0,0. ഇവിടെയും എന്താ സെയിം റൂട്ടാണ് അല്ലേ, എം ഈക്വൽ ടു 0,0 എന്ന് പറഞ്ഞാൽ സെയിം റൂട്ടാണ്. സെയിം റൂട്ട് ഈ ഫോമിൽ എങ്ങനെയാണ് മാറും, C1 + C2x ഇൻറ്റു e⁻⁴x. e⁻⁴x എന്ന് പറഞ്ഞാൽ എന്തുവാണ്, 1 ആണ്. അപ്പോൾ ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, ഈ ബ്രാക്കറ്റിനകത്തുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, C1 + C2x. ഇവിടെ C1 C2 യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം C1 C2 C3 C4 C5 C6 C7 C8 വരെ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളവരെ എടുക്കേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ X ഇസ് ഈക്വൽ ടു C9 + C10x. ക്യാപിറ്റൽ എക്സിൻ്റെ സൊല്യൂഷനായി. അടുത്തെന്താ ഇനി ബാക്കിയുള്ള ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു 0, എം ഈക്വൽ ടു 0,0, ക്യാപിറ്റൽ ടി ഇസ് ഈക്വൽ ടു C9 C10 കഴിഞ്ഞ് ഇനി കോൺസ്റ്റൻറ്റ് എന്താ, C11 + C12t. അപ്പോൾ ക്യാപിറ്റൽ ടീനെ നമ്മളൊരു ബോക്സിനകത്ത് ഇട്ടു. Therefore solution is y of x, t is equal to capital X into t. That is C9 + C10x into C11 + C12t. അപ്പോൾ നമ്മുടെ സൊല്യൂഷനായി കഴിഞ്ഞാൽ ഇയാളെ നമുക്കൊരു ബോക്സിനകത്തിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. ഇനി എന്തെങ്കിലും കേസ് ഉണ്ടോ, പോസിറ്റീവും നെഗറ്റീവും 0 അല്ലാതെ ഇനി എന്ത് കേസാണ്, നമ്മളെല്ലാ കേസും കൊടുത്തു കഴിഞ്ഞു അല്ലേ. കേസ് 3 എന്ന് പറഞ്ഞാൽ അതിനെ ഇക്വേഷൻ 3 എന്ന് പറഞ്ഞു മാറ്റി നിർത്തി. ഇതാണ് എന്തുവാ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഡിറൈവ് ദ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ യൂസിങ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ. അതൊന്നും അല്ലെങ്കിൽ ഡിറൈവ് ദ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് ചോദിച്ചാലും നമുക്ക് 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഇതുവരെ ആൻസർ എഴുതണം. ഓക്കെ, ഇനി ഇവിടെ ഞാൻ എന്തിനാ ഇവരെ ബോക്സിലിട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കിങ്ങനെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. 3 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും വരുന്നത്, വാട്ട് ആർ ദ possible solution, what are the possible solution in wave equation, W എന്ന് എഴുതിയാൽ പോരെ വേവ് ഇക്വേഷന്. അപ്പോൾ വാട്ട് ആർ ദ പോസിബിൾ സൊല്യൂഷൻ ഇൻ വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കണ്ടുപിടിച്ചില്ലേ 3 പേരും, ഇതിൽ നിന്ന് അതിൻ്റെ പോസിബിൾ സൊല്യൂഷൻ. ഫസ്റ്റ് സൊല്യൂഷൻ ഇതാണ്, അതായത് കെ പോസിറ്റീവ് ആവുന്ന കേസ്, കെ നെഗറ്റീവ് ആവുന്ന കേസ്, കെ ഈക്വൽ ടു 0 ആവുന്ന കേസ്. അപ്പോൾ ഇവയെ ഓരോരുത്തരെയും നമ്പർ ഇട്ട് എഴുതിയാൽ മതി, 1 2 and 3. ഞാനിപ്പോൾ എടുത്തെഴുതണോ, എഴുതണമെങ്കിൽ എഴുതാം. y of x, t is equal to എന്തുവാ അത്, C1 × e⁻⁴x + C2 × e⁻⁻px × C3 × e⁻⁻pct + C4 × e⁻⁻pct. ഓക്കെ, അടുത്ത് രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y of x, t is equal to C5 × cos px + C6 × sin px ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് C7 × cos pct + C8 × sin pct. ഓക്കെ, അടുത്ത മൂന്നാമത്തത് എന്തായിരുന്നു, തേർഡ് വൺ എന്ന് പറഞ്ഞാൽ y of x, t is equal to C9 + C10x into C11 + C12t. അപ്പോൾ നിങ്ങൾക്കറിയാം ആദ്യത്തെ ബ്രാക്കറ്റിനകത്ത് എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ ബ്രാക്കറ്റിനകത്ത് വരുന്നത് എന്തുവാണ്, ടീയുടെ ടേം ആണ് വരുന്നത്. ആദ്യത്തെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് എപ്പോഴും P - P ആവുന്നേക്കണമെങ്കിൽ രണ്ടാമത്തേത് PC എന്ന് വന്നിട്ടുണ്ട്. ഇതിലും അങ്ങനെ തന്നെ കോസും സൈൻ്റെയും കൂടെ PX, ഇവിടുത്തെ രണ്ടാമത്തെ ബ്രാക്കറ്റിനകത്ത് PCT എന്നാണ് വന്നിരിക്കുന്നത്. ഏറ്റവും അവസാനത്തേനകത്താണെങ്കിൽ PCT അങ്ങനെയൊന്നും ഇല്ല, C9 + C10x അതേ സ്ഥാനത്തിൽ ടി ഇട്ടിട്ടാണ് അടുത്ത മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. വാട്ട് ആർ ദ പോസിബിൾ സൊല്യൂഷൻ ഇൻ വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് എഴുതണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിന്ന് 3 മാർക്ക് ക്വസ്റ്റ്യൻ എന്തൊക്കെ പറഞ്ഞു, ആദ്യം പറഞ്ഞു വാട്ട് ആർ ദ അസംഷൻസ് ഇൻ ഡിറൈവിങ് വേവ് ഇക്വേഷൻ. അങ്ങനെ ചോദിച്ചാൽ ആ 5 അസംഷൻസ് എഴുതണമെന്ന് പറഞ്ഞു. പിന്നെ വേണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചോദിക്കാം റൈറ്റ് വേവ് ഇക്വേഷൻ ആൻഡ് ഡിഫൈൻ ദിസ് കോൺസ്റ്റൻറ്റ്. അതിനകത്തുള്ള കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യുക. അതായത് എന്താ വേവ് ഇക്വേഷൻ, ∂2y/∂t² is equal to c² × ∂2y/∂x² ആണ് വേവ് ഇക്വേഷൻ, ഒരു മാർക്കായി. ആൻഡ് ഡിഫൈൻ ദ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ വെയർ c² is equal to T/m, T ടെൻഷൻ ആൻഡ് m മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ആൻഡ് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് അതിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചോക്കിയോട് എന്തുകൂടെ എഴുതണം, വെയർ c² is known as stiffness of the material. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയി. അടുത്ത ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയി. ഇപ്പോൾ നമ്മളിന്ന് 4 3 മാർക്ക് ക്വസ്റ്റ്യൻ കണ്ടു. ഇനി ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇത് പോസിബിൾ സൊല്യൂഷൻ, ഇതിൻ്റെ വേർഡ് ശ്രദ്ധിച്ചായിരുന്നോ, വാട്ട് ആർ ദ പോസിബിൾ സൊല്യൂഷൻ, എന്തൊക്കെ പോസിബിൾ ആയിട്ട് സൊല്യൂഷൻ ഉണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് ദ സ്യൂട്ടബിൾ സൊല്യൂഷൻ, വാട്ട് ഈസ് ദ സ്യൂട്ടബിൾ സൊല്യൂഷൻ ഓഫ്
വേവ് ഇക്വേഷനകത്തുള്ള സ്യൂട്ടബിൾ സൊല്യൂഷൻ എന്താണെന്ന്. അതായത് ഈ 3 സൊല്യൂഷനിൽ ഏത് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യണേ എന്നാണ് ആ സ്യൂട്ടബിൾ സൊല്യൂഷൻ എന്നുള്ള വേർഡ്. അപ്പം ആ വേർഡ് മാറിപ്പോയത്. സ്യൂട്ടബിൾ സൊല്യൂഷൻ മറ്റത് പോസിബിളായിട്ട് എന്തൊക്കെയുണ്ടെന്ന് പറയുമ്പോൾ ഈ 3 എഴുതണം. അതിൽ സ്യൂട്ടബിളായിട്ട് ഏതുണ്ടെന്ന് ചോദിച്ചാൽ ഈ നടുക്കുള്ള ആളെ മാത്രം എഴുതിയാൽ മതി. therefore y of x, t is equal to C5 C6 എന്ന് നമ്മളിവിടെ വേറെയും കോൺസ്റ്റൻറ്റ് വന്നുകൊണ്ടാണ് ഇങ്ങനെ പേരിട്ടത്. അപ്പോൾ ഇത് എഴുതുമ്പോൾ എന്തെന്ന് എഴുതിയാൽ മതി, C1 എന്ന് ഇട്ടാൽ മതി. C1 cos px പ്ലസ് C2 sin px into C3 cos pct plus C4 sin pct. ഓക്കെ, ഇതാണ് നിങ്ങളുടെ എന്ത് സ്യൂട്ടബിൾ സൊല്യൂഷൻ. അതായത് നടുക്കുള്ള ആ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ, ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേവിക്കേഷൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ വേവിക്കേഷൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സ്യൂട്ടബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ സൊല്യൂഷനകത്ത് കണ്ടീഷൻസ് കൊടുത്താണ് നമ്മൾ സോൾവ് ചെയ്തെത്തുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എത്ര 4 മാർക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞു? മൊത്തം 4 4 മാർക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞു. ഇനിയും ഞാൻ ചിലപ്പോൾ ഒരു 2 4 മാർക്ക് ക്വസ്റ്റ്യനും കൂടെ ഈ വേവിക്കേഷനകത്ത് പറയാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ പാർട്ട് എ എന്ന് പറയുന്നതിനകത്ത് 2 ക്വസ്റ്റ്യൻ ഉള്ളതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുക ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കുമല്ലോ. വേവിക്കേഷനിൽ നിന്നായിരിക്കും 3 മാർക്ക് ക്വസ്റ്റ്യൻ. അത് ഇതുപോലെ ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും തന്നെയായിരിക്കും വരുന്നത്. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. നമുക്ക് ജയിക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള മോഡ്യൂളായത്. കാരണം എന്താ, ഇതിനകത്ത് ഡിറൈവ് വേവിക്കേഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 10 മാർക്കിന് 7 മാർക്കിന് നമുക്ക് ചോദിക്കണേ. അതിൽ നമുക്ക് 7 മാർക്കും കിട്ടും ഫുള്ളായിട്ട്. ഡെറിവേഷൻ ആയത് കാരണം ഈ ഡെറൈവ് സൊല്യൂഷൻ ഓഫ് വേവിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചാലും നമുക്ക് ഫുൾ മാർക്ക് കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. ഇതെല്ലാം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ സൈഡിൽ കൂടെ പറയുവാണ്. അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് എഴുതിയെടുക്കാം. ഓക്കെ, ഈ നോട്ട് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യണേ. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു നോട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയെടുക്കാൻ ശീലിക്കുക. നമ്മൾ ഇന്ന് ഡെറിവേഷൻ ഓഫ് വേവിക്കേഷനും സൊല്യൂഷൻ ഓഫ് വേവിക്കേഷനുമാണ് ചെയ്തത്. ഈ 2 ഡെറിവേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 എക്സാമിന് എപ്പോഴും മാറി മാറി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് 2. കാരണം വളരെ ചെറിയൊരു ചാപ്റ്ററാണിത്. അപ്പോൾ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് എപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ ഇന്ന് ഈ 2 പ്രോബ്ലം ചെയ്തപ്പോൾ ഞാൻ 2-3 3 മാർക്ക് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അപ്പോൾ 3 മാർക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതൊക്കെ മാത്രമേ ചോദിക്കാനുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറയുന്നതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടും, 3 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് ഇത് നോട്ടായിട്ട് എഴുതിയെടുക്കണം. അങ്ങനെ പഠിക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം ആയിട്ട് വരാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.